വയനാട്ടിൽ നിന്ന് അയൂബ് എന്ന പ്രേക്ഷകനാണ് ചേരുന്നത്. അയൂബ്, അദ്ദേഹത്തോട് ചോദിക്കാം. അയൂബ്, കേൾക്കാമോ? ഓ, കേൾക്കാം. യെസ്, ചോദ്യം ചോദിച്ചോളൂ. സാർ, ഗുഡ് ഈവനിങ് സാർ. അയ്യൂബ് ആണ്, വയനാട് ജില്ലയിൽ നിന്ന്. എന്റെ മകന്റെ കാര്യവും മരുമകന്റെ കാര്യവും അറിയാൻ. ഗുഡ് ഈവനിങ്. അവര് വന്നിട്ട് രണ്ടുപേരും, മകനും മരുമകനും, ഇപ്പോ ഒരാള് ദുബൈയിലും ഒരാള് കുവൈത്തിലും വർക്ക് ചെയ്യുന്നു. നിലവില് 2025 വോട്ടർ പട്ടികയിൽ അവർ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോ എന്റെ പേരും ഭാര്യയുടെ പേരും 2002 അതേപോലെ തന്നെ മരുമകന്റെ റിലേറ്റീവ്സും 2002 അപ്പൊ അവരുടെ എന്യൂമറേഷൻ ഫോം ഞങ്ങൾ പൂരിപ്പിച്ചു കൊടുത്താൽ മതിയോ എന്നൊന്നറിയണം. മതി. താങ്കള് മൊത്തം ഫാമിലി അതിലെ കൃത്യമായിട്ട് ആ ഫോം ഫിൽ ചെയ്ത് കൊടുത്താൽ മതി. കാരണം നിങ്ങൾ 2002 പിന്നെ താങ്കളുടെ മക്കള് ഡീറ്റെയിൽസ് 2025 ഉണ്ട്. സോ അങ്ങനെ നോക്കുമ്പോൾ താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അത് പൂരിപ്പിച്ച് നൽകിയാൽ മതി. താങ്കൾക്ക് ഭാവിയിൽ ഒരു ഡോക്യുമെന്റ് കൂടി കൊടുക്കാൻ വരത്തില്ല. പിന്നെ സാർ, ഒരു ഡൗട്ട് കൂടെ. ഈ 2002 വോട്ടർ പട്ടികയിൽ ഉൾപ്പെട്ട ബന്ധുവിന്റെ പേര് ചേർക്കുന്ന കോളത്തില് വന്നിട്ട് ആദ്യം പേര്, പിന്നെ വന്നിട്ട് ബന്ധുവിന്റെ പേര്, ബന്ധം എന്ന് കണ്ടിട്ട് ഒരു കോളം കണ്ടു. അത് എങ്ങനെയാണ് റിലേഷൻ എന്നുള്ളതായിരിക്കും. അത് വോട്ടർ 2002 പറയുന്ന എന്റെ പേരിനോട് ഉൾപ്പെട്ട എന്റെ പിതാവിന്റെ പേര് എന്റെ പിതാവും തമ്മിലുള്ള ബന്ധമാണോ, അതോ എന്റെ മകനും ഈ ചേർക്കുന്ന വോട്ടറും തമ്മിലുള്ള ബന്ധമാണോ? ഓക്കെ, ആദ്യമായിട്ട് ഞങ്ങളെ ഫോമിലുള്ള ടോപ്പിലുള്ളത് അത് പ്രീ പ്രിന്റഡ് ആയിട്ട് വരുന്നുണ്ട്. അത് കാണിട്ടാണ് താങ്കളുടെ അച്ഛന് അമ്മ, താങ്കളുടെ ആരാണ് അച്ഛൻ, താങ്കളുടെ അമ്മ ആരാണ് എന്നുള്ളതാണ് റിലേഷൻ അവിടെ വരുന്നത്. അത് കാണിട്ട് കഴിഞ്ഞ പ്രാവശ്യം താങ്കളുടെ പേര് SIR ഉണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് വരും. പിന്നെ താങ്കളുടെ അച്ഛന്റെ ഡീറ്റെയിൽസ് ലെഫ്റ്റ് സൈഡിൽ വരുന്നുണ്ട്. റൈറ്റ് സൈഡിലെ അച്ഛന്റെ ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ അത് എഴുതണം എന്നുള്ളതേ ഉള്ളൂ. അത് താങ്കളുടെ അച്ഛൻ ഓൾറെഡി 2002 ലിസ്റ്റിലുണ്ടെങ്കിൽ അവരുടെ പേരുടെ കൂട്ടത്തിലെ അവരുടെ ഡീറ്റെയിൽസ്, എപ്പിക് ഡീറ്റെയിൽസ് കൂടി ആ ഫോമിലുണ്ട്. 2002 ആ ഒരു എക്സ്ട്രാക്റ്റിലുണ്ടാവും. അത് BLയുടെ കയ്യിലുണ്ട്. താങ്കൾക്ക് ഓൺലൈനിൽ വേണമെങ്കിൽ നോക്കാം. ഏതെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് നമ്മൾ നിങ്ങളെ സഹായിക്കാം. പക്ഷേ ഞാൻ മനസ്സിലാക്കിയത്തോളം താങ്കളുടെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് പൂരിപ്പിച്ച് നൽകിയാൽ മതി. ഭാവിയിൽ താങ്കൾക്ക് ഒരു ഡോക്യുമെന്റ്സ് കൂടി കൊടുക്കേണ്ടി വരത്തില്ല എന്നുള്ളതാണ്. കാരണം കൃത്യമായിട്ട് താങ്കളുടെ മക്കൾ എല്ലാം കൃത്യമായിട്ട് മാപ്പ് ആയിട്ടുണ്ടാവും. സോ വേറെ ഒരു പ്രയാസം ഒന്നുമില്ല. ഓക്കെ, താങ്ക് യു. ശരി, താങ്ക് യു അയൂബ.